ആദിവാസികളാണെന്ന് തെളിയിക്കാനുള്ള ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ദുരിതമനുഭവിക്കുന്ന ഇരവാളന്മാരുടെ പാലക്കാട് കൊല്ലങ്കോട്ടെ പുത്തൻപാടം ഉന്നതിയുടെ വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. 20 കുടിലുകളിലായി 35-ലധികം ഇരവാളൻ കുടുംബങ്ങൾ താമസിക്കുന്ന കൊല്ലങ്കോട് പരത്തോട് ഉന്നതിയിലെ മനുഷ്യരും ആദിവാസികളാണെന്ന് തെളിയിക്കാനുള്ള രേഖ ലഭിക്കാത്തതിനാൽ സമാനതകളില്ലാത്ത കഷ്ടതകളാണ് അനുഭവിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പ്രകൃതി സുന്ദരമായ കൊല്ലങ്കോടാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ കൊല്ലങ്കോട് അത്ര സൗന്ദര്യവും സുരക്ഷിതവുമല്ലാത്ത ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത്തരത്തിൽ ദുരിതം പേറി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്ന കൊല്ലങ്കോട്ടെ പറത്തോട് ആദിവാസി ഉന്നതിയിലേക്കാണ് റിപ്പോർട്ടർ സംഘം പോകുന്നത്. ഈ കാണുന്ന നെൽപ്പാടങ്ങളും കഴിഞ്ഞ് ആ കാണുന്ന കാടും കഴിഞ്ഞ് വേണം പറത്തോട് ആദിവാസി ഉന്നതിയിലേക്ക് എത്താൻ. നെല്ലിയാമ്പതിക്കും തെന്മലയ്ക്കും കീഴിലായി ഈ കാണുന്നതാണ് കൊല്ലങ്കോട്ടെ പറത്തോട് ആദിവാസി ഉന്നതി. ഇവിടെയാണ് 20ഓളം കുടുംബങ്ങൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ദുരിതം പേറി ജീവിക്കുന്നത്. കൊല്ലങ്കോട് പഞ്ചായത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരവാളന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇക്കാണുന്ന പറത്തോട് ഉന്നതിയിലാണ്. ഒരു കാലത്ത് ഇവിടെയുള്ളവരെല്ലാം സർക്കാർ രേഖകളിൽ ആദിവാസികളായിരുന്നു. എന്നാൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുള്ള ആരുടെയൊക്കെയോ ചതിയോ പഠനങ്ങളിലെ പിഴവോ ഇവർ ആദിവാസികളല്ല എന്ന് സർക്കാരിനെ കൊണ്ട് തീർപ്പ് കൽപ്പിച്ചു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് അഭയാർത്ഥികളെ പോലെ ഓലക്കുടിലും കെട്ടി സ്വത്വം തെളിയിക്കാൻ മാർഗങ്ങളില്ലാതെ ദുരിതം പേറുകയാണ് ഈ ജനത. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത്. എൻ്റെ മുത്തച്ഛൻ ഈ മണ്ണിലാണ് ജനിച്ചത്, എൻ്റെ അച്ഛൻ ഈ മണ്ണിലാണ് ജനിച്ചത്, ഞാൻ ഈ മണ്ണിലാണ് ജനിച്ചത്. ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാർ വരും, വോട്ട് വെക്കും. വോട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുക. ഇവിടെ പാമ്പ് കടിച്ചിട്ട് ഓരോന്നുകൾ അവിടെ എത്തുമ്പോഴേക്ക് മരിക്കണം. ഞങ്ങളുടെ അവസ്ഥ മഹാമോശത്തിലുള്ളൊരു അവസ്ഥയാണ് ഇവിടെ. കിർത്താൻസ് നടത്തിയ പഠനത്തിലെ പോരായ്മകളാണ് പറത്തോട് ഉന്നതിയിലുള്ളവർക്കും പട്ടികവർഗ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടാൻ കാരണം. ST ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ ഭവന പദ്ധതികളിൽ നിന്ന് തുടങ്ങി പഠന ആനുകൂല്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇവിടെയുള്ളവരെ സർക്കാർ വെട്ടിനിരത്തി. അച്ഛനമ്മന്റെ കാലത്ത് തൊട്ടേ എങ്ങനെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളിനി എങ്ങനെയാവും, ഞങ്ങളുടെ മക്കളുടെ കാലത്ത് അവരുടെയും മക്കളുടെ കാലത്ത് ഇനി എന്താവും ഒരു ഇതുമില്ല ഞങ്ങൾക്ക്. പറത്തോട് ഉന്നതിയിലുള്ള കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഈ വീടുകളുടെ അകത്തേക്ക് ചെന്നാൽ തന്നെ മനസ്സിലാവും. ഈ വീടുകളുടെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ കുനിഞ്ഞ് അല്ലാതെ കയറാൻ സാധിക്കില്ല. ചെറിയൊരു കൂരയാണ്. ഈ കൂരേൻ്റെ അകത്ത് ഇങ്ങനെ ഓല കൊണ്ട് മറച്ച് മുറികളാക്കി തീർത്തിരിക്കുകയാണ്. ഇതിനകത്താണ് ഈ 8-10 ആൾക്കാരൊക്കെ താമസിക്കുന്നത്. അതെ, ഈ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എല്ലാവരും ഇതിനുള്ളിൽ തന്നെയാണ്. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ താമസിക്കുന്നത് ഇത്രയും കാലം? ഇരിക്കല്ലേ സാറേ, പേടിയാണ്. ആന, കരടി, പന്നി എല്ലാം വരും. പഞ്ചായത്ത്, വില്ലേജിൽ എല്ലാവിടെയും വരും. ജാതി കിട്ടാണ്ടാണ് പറഞ്ഞിട്ട് വീടൊന്നും ഇല്ല, സ്ഥലവും ഇല്ല, ഒന്നുമില്ല. 150-ൽ പരം ജീവനുകളാണ് പറത്തോട് ആദിവാസി ഉന്നതിയിലുള്ളത്. ഇവിടെയുള്ളവർക്ക് ആവശ്യം സുരക്ഷിതമായിട്ടുള്ള ഭവനവും അവിടേക്കുള്ള സുരക്ഷിതമായിട്ടുള്ള വഴിയും ജാതി സർട്ടിഫിക്കറ്റുമാണ്. എത്രയും പെട്ടെന്ന് ഇവരുടെ കണ്ണീരിനും ദുരിതത്തിനും സർക്കാർ പരിഹാരം കാണും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, ഈ മനുഷ്യരോട് ഈ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് മുഖം തിരിക്കാൻ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് കഴിയുക? അതോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടുള്ള ഇരവാളന്മാരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് കൊല്ലങ്കോട് നേരിടുന്നത്. അവരുടെ മുതലമടയിലും പ്ലാച്ചിമടയിലും എല്ലാം ഇരവാളന്മാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു ദുരിതമാണ് ഈ കൊല്ലങ്കോട് ഉള്ളത്. അവിടെ ഈ കൊല്ലങ്കോടുള്ള ഇരവാളന്മാരൊന്നും ആദിവാസികളല്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും ഈ ST സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല, ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. പകരം വേണമെങ്കിൽ SC സർട്ടിഫിക്കറ്റ് നൽകാം, അത് വെച്ച് നിങ്ങൾ ആനുകൂല്യങ്ങൾ നേടിക്കോളൂ എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ അവരോട് പറയുന്നത്. പക്ഷേ തങ്ങൾക്ക് തങ്ങളുടെ സ്വത്തം തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള പോരാട്ടം തങ്ങൾ നടത്തും. ST ജാതി സർട്ടിഫിക്കറ്റ് തന്നെ ഞങ്ങൾക്ക് വേണം. തങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ആനുകൂല്യങ്ങളാണ് വേണ്ടത്. സർക്കാർ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ തങ്ങൾക്ക് നടപ്പാക്കി തരണം. ഭവന പദ്ധതികളിൽ തങ്ങൾ ഉൾപ്പെടുത്തണം. തങ്ങളുടെ മക്കളെ എല്ലാ രീതിയിലുള്ള പഠന ആനുകൂല്യങ്ങളും നൽകി സർക്കാർ സംരക്ഷിക്കണം. അതിനുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തണം. ഒരുപാട് കാലങ്ങളായി തങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യമായി മുന്നോട്ട് വരുന്നു. പക്ഷേ ഒരു സർക്കാരും തങ്ങളെ കാണുന്നില്ല. വോട്ട് ചോദിക്കാനല്ലാതെ തങ്ങളുടെ ഉന്നതിയിലേക്ക് ആരും തന്നെ വരുന്നില്ല. ഈ പറത്തോട് ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരുപാട് പാടങ്ങളും കാടുമെല്ലാം നടന്നു വേണം നമ്മൾ ആ പറത്തോട് ഉന്നതിയിലേക്ക് എത്താൻ. അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വഴിയില്ല, പട്ടയമില്ല, വീടില്ല.
അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നില്ല. ഇനി പഠനമെല്ലാം കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ST ജാതി സർട്ടിഫിക്കറ്റ് വെച്ച് ജോലിക്ക് നേടാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നുള്ളതാണ് ആവശ്യം. ഇന്നലെ നമ്മൾ കൊല്ലങ്കോട് തന്നെ ഇരവാളന്മാർ താമസിക്കുന്ന പുത്തൻപാടത്തെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ നൽകിയതിന് പിന്നാലെ തന്നെ പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ തുളസി ഇടപെടുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ളത് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ബോധപൂർവമായിട്ട് ആരെങ്കിലും ഇരവാളന്മാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചതാണ്. വിവരങ്ങൾ നൽകി.